ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാത്ത അമ്മക്ക് സുഖമില്ലായിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടതില്ല വന്നിട്ട് BP എല്ലാം ഹൈ ആയിട്ട്. അപ്പോൾ ആ ഒരു ഇതിൽ അമ്മ റെസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ല അങ്ങനെ. അപ്പോൾ നമ്മളിതാ ഇന്ന് വീഡിയോ തുടങ്ങുന്നുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, പോകുന്നതും ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അമ്മ ഓൾമോസ്റ്റ് ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ ആ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നീ വീഡിയോ എടുക്കുകയായിരുന്നു, പക്ഷേ അല്ല കേട്ടോ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഞാൻ വീട്ടിലെത്തിയെന്ന് എനിക്കേ അറിയില്ല. ഞാൻ ടെൻഷൻ അടിച്ച് ചത്തിന്. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഹോസ്പിറ്റലിലെ ഒരു ചേച്ചിനെയും സ്റ്റാഫ് എന്നോട് പറഞ്ഞു, അയ്യോ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് പറയുന്നു. പക്ഷേ എനിക്ക് അമ്മക്കില്ലേ, അമ്മക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഉറക്കം ഉണ്ടാവില്ല, ഭയങ്കര ടെൻഷൻ. അത് പണ്ടോട്ടേ അതേട്ടാ. അപ്പോൾ അമ്മ ഇപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടൊരു ഡ്രിപ്പെല്ലാം ഇട്ട് അതിന് ശേഷം അമ്മ ഓക്കെ ആയതിനു ശേഷം ആണ് ഞാൻ വീഡിയോ കുറച്ച് എടുത്തിട്ടുള്ളൂ. അങ്ങനെ എന്തെങ്കിലും എടുത്തേട്ടാ. അല്ലാണ്ട് അമ്മക്ക് അസുഖമായിട്ടായിരുന്നു വീഡിയോ എടുത്തതെന്ന് ആരും പറയില്ലേ. പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ല, അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കതെല്ലാം കണ്ടിട്ട് വരാം കേട്ടോ. നമ്മളങ്ങനെ MMC ഹോസ്പിറ്റലിലാണ് കേട്ടോ പോയത്. മയ്യിലാണ് MMC ഹോസ്പിറ്റൽ. അപ്പോൾ അമ്മ ഏകദേശം ഓക്കെ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. അല്ലാണ്ട് അതിന് മുന്നേ എനിക്ക് ആര് വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പുറത്തുനിന്ന് ലേഗേച്ചിയും അങ്ങനെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ അച്ഛനും അമ്മയും എല്ലാവരും. അപ്പോൾ ഇതാ പിന്നെ ഹോസ്പിറ്റലിൽ നമുക്ക് കുറച്ച് ട്രിപ്പെല്ലാം കയറ്റി എൻ്റെ ഇപ്പം അമ്മ ഓക്കെ ആയി. പിന്നെ ഞാൻ ഏട്ടനെയും വെല്ലിച്ചനെയും ഒന്നും അറിയിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, കാരണം അവരൊന്നും ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരും അങ്ങനെ അറിയിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഗ്ലൂക്കോസ് ഇത്രയും പോയപ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരിത് വന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ഛർദ്ദിച്ചുകൊണ്ട് പിന്നെ ഡീഹൈഡ്രേഷൻ ആയതാന്ന് തോന്നുന്നു അമ്മക്ക്. പിന്നെ അമ്മ ഒട്ടും റെസ്റ്റ് എടുക്കില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഒട്ടും റെസ്റ്റ് എടുക്കില്ല. വയലിൽ പണിയെല്ലാം കണ്ടിട്ടില്ലേ, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വയലിലെ പണിക്ക് പോകും. പിന്നെ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിലിടയ്ക്ക് റബ്ബറിൻ്റെ പണിക്ക് എല്ലാം പോകും. അമ്മ വെറുതെ ഇരിക്കില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അമ്മ ഇപ്പോൾ ഏകദേശം ഓക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് ആൻറ്റേച്ചി വന്നിട്ടുണ്ട് കേട്ടോ, അല്ലേ? അപ്പൊ ആൻറ്റേച്ചി വന്നിട്ടുണ്ട്. അല്ല മോളെ, ഞാൻ ഇതിനെ വന്നു ചോദിച്ചാൽ അമ്മക്ക് സുഖമില്ലാന്ന് പറയുന്നത് കേട്ടിട്ട് പറഞ്ഞാണ്. അമ്മക്ക് വന്നാണ് പിന്നെ പ്രഷർ കൂടുതലാണ്, MMC കൂട്ടി പോയി. അതെ, അതുകൊണ്ട് കുറച്ച് ദിവസം ഡ്യൂട്ടിക്ക് പോയിട്ടില്ല. ഇന്ന് തൊട്ടാണ് പോയി തുടങ്ങിയത്. മിഞ്ഞാന്ന് എനിക്ക് എന്തോന്നറിയില്ല, ഉച്ചക്ക് ശേഷം ഒരു വല്ലാത്ത തലവേദന, തലചുറ്റല്, ഛർദി വരുക എല്ലാം കൂടി. ഇവള് ഡ്യൂട്ടിക്കും പോയിനി. എന്നിട്ട് പിന്നെ ഇവള് 7 മണിക്ക് വന്നേ. പിന്നെ ഞാൻ പറഞ്ഞു, മോളെ എന്തായാലും എനിക്ക് ആശുപത്രി പോകാണ്ട് കഴിയില്ല. എന്നിട്ട് MMC കൂട്ടി പോയി ട്രിപ്പെല്ലാം ഇട്ട് ഒരു മണി കഴിഞ്ഞ് വിളിച്ചിന് കേട്ടാ. വിളിച്ചിട്ട് ഫോണ് കൊടുക്കുന്നില്ല, ഇവിടെ ഫോണ് കൊടുക്കുന്നില്ല. അതാ ഞാനിപ്പം ഇന്നലെ നേടി പോയിട്ട് ഒരേ കടത്തേന് ഇന്നലെ. അത് അറിഞ്ഞപാട് ഞാനിങ്ങ് വന്നിയാണ്. ഒന്നാണ് അന്വേഷിക്കാം. പിന്നെ അമ്മേനെ കാണുകയും ചെയ്യാം, കുറച്ച് വർത്താനെല്ലാം പറയാം. 2-3 ദിവസം അങ്ങനെ കാണാണ്ടിരിക്കുമ്പോ എന്താ പോലെയാന്ന്. അതെ അതെ, അപ്പൊ അങ്ങനെ വന്നെയാണ് നമ്മള് ചായ ചായ കട്ടൻ ചായ നമുക്ക് വേണ്ടേ, അതുകൊണ്ടാണ് കട്ടൻ ചായ കൊടുത്തത്. അതെ, കട്ടൻ ചായ വേണ്ട പറഞ്ഞോണ്ടാന്ന്. കട്ടൻ ചായ വേണ്ടും, പാല് പറഞ്ഞ ചായ വേണ്ടായിട്ടാണ് കട്ടൻ ചായ മതി എന്ന് പറയും. പിന്നെ ആന്റേച്ചി പോക്കില്ലാടിയോ? ഞാൻ ഇപ്പം കൊറേ ദിവസമായി മോളെ എവിടെ പോവാതെ, കൊറേ ദിവസമായില്ല. പിന്നെ റിട്ടയർഡ് ആയതിന്റെ ആന്റേച്ചി ഫ്രീ ആയത്. അല്ലെങ്കിൽ അപ്പം 3:30 വരെ അംഗനവാടിയില് എവിടെയും പോവില്ല. എന്നാലും എല്ലാ വിവരങ്ങളും അറിയും. അതെ, അമ്മേനെ കാണാൻ ഞാൻ വിളിക്കും, എല്ലാം ചോദിക്കൊല്ലം ചെയ്യാണ്. സുമേനെ കൊറേ ദിവസമായല്ല കാണാതെ. പിന്നെ ആശാ വർക്കർ ആയതുകൊണ്ട് നമുക്ക് കാണാലോ. അത് ഇപ്പം കൊറേ ദിവസമായി കാണാതെ. ആ മൂർന്ന് പോയതിനു ശേഷം അമ്മേനെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, സുമേനെ എന്നാ കാണാതെ എന്നരാന്ന് പറഞ്ഞ. സുമക്ക് ഇങ്ങനെ പ്രഷറായിട്ട് കഴിച്ച കൂട്ടി പോയി പോലും. അന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോ തന്നെ എന്റെ വിളിച്ചിട്ട് എനിക്ക് എന്തെല്ലോ ആവുന്നു. അത് പ്രഷർ കൂടുമ്പോണ്ടല്ലോ വല്ലാത്ത തലവേദനയും ഛർദിക്കലും എല്ലാം. അങ്ങനെ അത് പ്രഷർ ശ്രദ്ധിക്കണം. പോയത് നന്നായിട്ടാണ്. പിന്നെ ചെറിയ ബാലൻസ് അങ്ങനെ പറഞ്ഞു ഡോക്ടർ. ഇങ്ങനെ ഭയങ്കര ശ്രദ്ധിക്കുന്നു. ബാക്കി എല്ലാ ടെസ്റ്റും ചെയ്തു, ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല.
ആ പ്രഷർ കൂടുന്നത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഒരു മിനിറ്റ് പോലും റെസ്റ്റ് ഇല്ലല്ലോ, ഫുൾ ടൈം. അതെ, അല്ല അങ്ങനെ ലീവാക്കാനാവൂല. അങ്ങൊന്നും വിളി വരൂലേ കാണാൻ. ഇപ്പൊ നമ്മളെന്നെ കാണാൻ ഞാൻ വിളിക്കും, സുമേ അല്ലെങ്കിൽ കിണറ്റിന് ബ്ലീച്ചും പൊടി സുമേ എന്താ കൊണ്ടുവരാതെ ബ്ലീച്ചും പൊടി കൊടുത്തോളെ വിളിക്കും. അതുകൊണ്ട് ഇന്ന് കുത്തിവെപ്പിന്റെ ഡ്യൂട്ടി ഉണ്ട്. എന്നിട്ട് അത് ഇന്ന് പോയിനി, ഞാൻ ഇന്നലെ എവിടെയും പോയില്ല. ഇന്ന് പിന്നെ പോയിട്ട് ഇപ്പൊ നമുക്കൊരു പണി ഉണ്ടായ അങ്ങനെയാണ്. അതെ, നമുക്ക് ഉത്തരവാദിത്തല്ലേ ഇത്ര നാളും പണി ഉണ്ടായിട്ട് ഒറ്റ ഒന്നും സമയമില്ലാന്ന്. ഇപ്പൊ പണിയില്ലാണ്ടിരിക്കുമ്പോ എന്റെ ഇത് കാണുന്നില്ല. സത്യം. ആ ഞാനും വിചാരിക്കും കുറച്ച് ദിവസം വീട്ടിലിരിക്കണേന്ന്, പക്ഷെ ഒരു ദിവസം ഇരിക്കുമ്പോഴത്തേക്കന്നെ മടുത്തു. പണ്ട് ഞാൻ ആന്റിച്ച് എനിക്ക് സുഖമില്ലായിട്ട് യൂട്രസ് റിമൂവ് ചെയ്തിട്ടില്ലേ, അന്നേരം ആ സമയത്ത് ഞാൻ കുറച്ച് നാളെ ലീവ് എടുത്തിട്ടില്ലേ. അപ്പൊ എനക്ക് തോന്നി ഇനി വേഗം ഒരിക്കൽ എനക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ആയാ മതിയായിരുന്നു. എനിക്ക് ഈ വീട്ടിലിരിക്കാനേ ആവൂലപ്പാ. നമ്മളന്നേരം ഇങ്ങനെ ഇറങ്ങി പോയിട്ട് ഒരു ശീലാണ് നമുക്ക്. വീട്ടില് അതോ പോണ്ട ദിവസം എല്ലാ പണിയും ഒരുങ്ങുകയും ചെയ്യും വീട്ടിലെ. ഒരു പണി നമ്മള് ബാക്കി വെക്കുന്ന പരിപാടിയില്ല. പോകാതെ രാവിലെ എണീക്കും, ഞാൻ രാവിലെ എണീക്കും, എല്ലാ പണിയും രാവിലെ ആക്കും. അല്ലെങ്കിൽ പിന്നെ പോണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നൊരു മൂഡ് ഉണ്ടാവില്ല, ഒന്നും എടുക്കാനൊന്നും ഒരു ഇതുണ്ടാവില്ല. അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നത് നല്ലത്. അതുകൊണ്ട് നമ്മൾ 2 ദിവസം വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെയല്ല, അമ്മയൊന്നും ഓക്കെ ആയിട്ട് എടുക്കാന്ന് വെച്ചിട്ട്. പിന്നെ തീരെ സുഖമില്ലാത്തോണ്ട് ഇവിടെ തന്നെ കൂട്ടലും പോക്കും എല്ലാം ആയി. ഇവക്കും ലീവ് അല്ല, ഞാൻ പറയുകയും ചെയ്യുന്നു ഇവളെ ഒന്നും കാണുന്നില്ല. അയച്ചെന്റെ തന്നെ ആരല്ലോ ചോദിച്ചിന് ഇന്നലെ വീഡിയോ ഇടായിട്ടല്ല ആരല്ലോ ചോദിച്ചിനി. നമുക്കൊന്നും ഇത് എഴുതി ചോദിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചിന്. അയച്ചെന്റെ വീഡിയോ കാണുന്നില്ല. ആ ഇപ്പൊ അങ്ങനെ കുറച്ചേര് കാണുന്നുണ്ട് വീഡിയോ. പറഞ്ഞു എന്നോട്, അയച്ചെന്റെ വീഡിയോ കാണുന്നില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് സമയമൊന്നും കിട്ടിയിട്ടില്ലേനു. അതെ, ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ അമൃതയും ചോദിക്കും. അമൃതേച്ചിയില്ലേ എപ്പോഴും പിന്നെ കമന്റ് ഇടലുണ്ട്, അയച്ചാന്റെ വീഡിയോ ഇന്ന് കണ്ടിട്ടില്ലല്ലോ. അന്ന് അങ്ങനെ നമുക്ക് പോണം മോളെ. ചേച്ചി വന്നപാടൊന്നും. അമൃത നാന്റേച്ചിന്റെ മോളാണ് കേട്ടാ, ബെസ്റ്റ് ഫ്രണ്ടാണ്. അമ്മൂസിന്റെ അടുത്ത് എന്തായാലും വരും കേട്ടോ. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മള് വരും. കാവ്യനെ കൂട്ടിട്ട് അടേ വരുവാ. അവള് പറയുന്നുണ്ട് ഞാൻ ഇപ്രാവശ്യം വരുന്ന തന്നെ അമൃതേന്റെ അടുക്ക പോവാനാണ്. കാവ്യ വന്നിട്ടാകുമ്പോ വരുമായിരിക്കും എന്നല്ല ഇങ്ങനെ പറയും. എന്തായാലും വരണം. ഒരു ദിവസം വീഡിയോ കണ്ടിട്ടില്ലേക്കും പറയോ, അച്ഛന്റെ വീഡിയോ ഇന്ന് കണ്ടിട്ടില്ല, രാത്രി കിടന്നിട്ടാമല്ലാതെ കാണോ നമുക്ക് പണി. അങ്ങനെ നമ്മളെ നാട്ടിൽ നിന്ന് ആരാരാ മറ്റേ പ്രേമേച്ചിന്റെ അഖിലേച്ചില്ലേ, അഖിലേച്ചി എന്നോട് ഐശു വീഡിയോ ഇട്ടില്ലേ അമ്പലത്തിന്റെ ഇരണേന്നെല്ലാം പറഞ്ഞിട്ട് പേച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അഖിലേച്ചി ഇപ്പൊ ലണ്ടനിലാവുന്നു. ചേച്ചി ഇങ്ങനെ മറ്റേ തോന്നുന്നു. ചേച്ചി ഇങ്ങനെ മെസ്സേജ് എല്ലാം അയക്കലുണ്ട് എനിക്ക് ഉത്സവത്തിന്റെ വീഡിയോ ഇടാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഉത്സവത്തിന്റെ വീഡിയോ എങ്ങനെയല്ലോ കൂടിയിട്ട് ഇട്ടപ്പോ കോപ്പി റൈറ്റ് ആയിപ്പോ എന്റെ ഡിലീറ്റ് ആക്കി. പാട്ട് വരുമ്പോ കോപ്പി റൈറ്റ് എന്നിട്ട് വരും. ഉത്സവത്തിന്റെ വീഡിയോ ഞാൻ കണ്ടിന്, ആ ഇട്ടിട്ട് അപ്പാണ് ഡിലീറ്റ് ആക്കിയത്. കോപ്പി റൈറ്റ് കണ്ടില്ലല്ലേ? ആ ആ പക്ഷെ നമ്മളിത് ഓരോരാള് കാണുന്ന നമ്മളെ ആ കൃത്യത്തിന് നോക്കും. അതെ അതെ, ഒരു ദിവസം അയച്ച വീഡിയോ ഇട്ടില്ല, വീഡിയോ വലിയൊരു ഇതുണ്ടാവുമല്ലോ മലയാളി ചോദിച്ച്. അപ്പൊ അമ്മ ഇപ്പൊ ഓൾമോസ്റ്റ് ഓക്കെ ആയി കേട്ടാ, എല്ലാരോടും ഓക്കെ ആയി. 2 ദിവസം എനിക്ക് വല്ലാത്ത ഒരു ഇതേനു. ഇന്ന് കുറച്ചൊരു ഉഷാറ് വന്ന് ഫീൽഡിലെല്ലാം കുറച്ച് പോയി. അതുകൊണ്ട് അങ്ങനെ അപ്പൊ ഇനി നമ്മള് വീഡിയോ സജീവമായിട്ടുണ്ടാവും അല്ലേ? നാട്ടിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നും ആന്റേച്ചി നല്ലവണ്ണം പാട്ടല്ലേ ചെയ്തോട്ടെ, കവിതയല്ലേ ചെയ്തു അമ്മേനെ കുറിച്ച്. ഒരു 2 വരി ആന്റേച്ചി ആ കവിത നമുക്ക് പാടിത്തരണം. ആന്റേച്ചി ഒരു കവിത അമ്മേനെ പറ്റിയിട്ട് പാടിത്തരണം. അപ്പൊ ആന്റേച്ചി സ്വന്തമായിട്ട് എഴുതിയ കവിതയാണ് കേട്ടോ. ആന്റേച്ചി നല്ലവണ്ണം എഴുതും. അപ്പൊ അമ്മ എന്ന് പറഞ്ഞിട്ടല്ലേ ആ കവിത അമ്മക്ക് കേട്ടിത്തരാട്ടോ 2 വരി. മനതാരിലെപ്പോഴും ഓർമ്മിച്ചിടുന്നൊരു സ്നേഹനിധിയാണെൻ്റെ അമ്മ. അമ്മയാണെന്നും എൻ ജീവിതത്തിലെ നിലവിളക്കാണെന്നും എൻ്റെ അമ്മ. മനതാരിലെപ്പോഴും ഓർമ്മിച്ചിടുന്നൊരു സ്നേഹനിധിയാണെൻ്റെ അമ്മ. അപ്പൊ നല്ല അടിപൊളി പാട്ടാണ് അല്ലേ? ആന്റേച്ചിക്ക് പ്രത്യേകം
ഒരു ഇതാണ് കേട്ടോ. നിലവിളക്ക് ആണ് എന്റെ അമ്മ എന്ന് പറയുമ്പോ എനക്ക് സങ്കടം വന്നു പോയി ആന്റിച്ച് പാടുമ്പോ. ആ നിലവിളക്കിനെ കാണാനുള്ള ഒരു ഭാഗ്യം എനക്കൊന്നും ഉണ്ടായില്ല ആന്റിച്ച്. അനക്ക് എഴുതാനല്ലാണ്ട് പാടാൻ അറിയില്ല. എന്നാലും ഉണ്ടാക്കലൊരു കഴിവന്നെയല്ലേ ആന്റിച്ച്, എഴുതി ഉണ്ടാക്കലൊരു കഴിവല്ലേ. നല്ലോണം പാടുന്നുണ്ട്. എത്ര വയസ്സിലാണ് അമ്മ മരിച്ചിനി ആന്റിച്ച്? കല്യാണം എല്ലാം കഴിഞ്ഞ് എനിക്ക് കല്യാണം കഴിഞ്ഞ് 3 മക്കളായതിനു ശേഷം മോള് 9ാം ക്ലാസ് പഠിക്കുമ്പോ അമ്മ മരിച്ചിനി അല്ലേ? മരിച്ചിട്ട് ഇപ്പം 18ാമത്തെ കൊല്ലം. 18 കൊല്ലായി അല്ലേ? പക്ഷെ പെട്ടെന്ന് ഞാൻ എന്റെ അമ്മ മരിച്ചിനി. അവര് കല്യാണത്തിന് പോയതാണ്, അച്ഛന്റെ മരുവന്റെ കല്യാണത്തിന് പോയിരുന്നു. അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിനി. അങ്ങനെ അച്ഛനെ ഉറങ്ങുമ്പോ നമ്മ പൊളിച്ചൊക്കെ എണീച്ച് എല്ലാവർക്കും ചായ വെച്ചു കൊടുക്കാൻ വേണ്ടി എണീച്ചതാണ്. കുളിമുറിന്ന് വീണിട്ട് ചിലപ്പോ തലയിട്ട് എനക്കതൊന്ന് പ്രഷർ കുറവ് അമ്മക്ക് അവരവർക്ക് ഉണ്ടായിരുന്നു. പ്രഷർ കുറഞ്ഞ് വീണിട്ടായിരിക്കും. പക്ഷെ എങ്കില് ആസ്പത്രിയിൽ എത്തിയിടുന്ന ഡോക്ടർ പറഞ്ഞ പോലും അറ്റാക്കാന്ന്, സൈലന്റ് അറ്റാക്കാണ്, അറിയില്ല അങ്ങനെയാണെന്നാ പറഞ്ഞത്. എന്നിട്ട് തന്നെ നമ്മളെ അറിയിച്ചിട്ടില്ല. കല്യാണം പിറ്റേന്ന് നമ്മളെല്ലാരും കല്യാണത്തിന് പോണം. തലേന്ന് അമ്മ പോയി. അപ്പൊ പിറ്റേന്ന് പോകാൻ കഴിയുമ്പോ പിന്നെ എന്നോട് എന്നിട്ട് പറഞ്ഞു, പിന്നെ എൻ്റെ ആങ്ങളെ എൻ്റെ മോനോട് വന്നിട്ട് പറഞ്ഞു, ഇളയമയോട് അങ്ങ് വീട്ടിൽ പോകാൻ വേണ്ടി പറഞ്ഞു. സുധിയാപ്പനെല്ലാം വന്നിട്ടുണ്ട്, സുധിയാപ്പൻ്റെ അപ്പുറം കല്യാണത്തിന് പോവാൻ പോലും ഇളയമക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ പിന്നെ എന്നാ അങ്ങ് പോയിട്ട് പോവാ. അപ്പോൾ അവർ വണ്ടിയെല്ലാം പിടിച്ചിട്ടാ പോകുന്നുണ്ടെങ്കിൽ അങ്ങ് പോയിട്ട് പോവാന്ന് പറഞ്ഞു. ആടി എത്തുമ്പോഴാണ് ഇത് പെട്ടെന്ന് എനിക്ക് അതൊരു ഭയങ്കര ഷോക്കാണ്. അതെ, എത്ര വയസ്സായാലും അമ്മക്ക് എത്ര വയസ്സായാലും നമുക്ക് ഒരു മരണം അയ്യോ ഭയങ്കര അമ്മ അതെ ഭയങ്കരാണ് ശരിക്കും. ഞാനെല്ലാം വിചാരിക്കും ആന്റിച്ച് ഇതുവരെ അമ്മേനെ കാണാത്ത ആ ഒരു സങ്കടം എനിക്ക് എപ്പോഴും ഒരു മനസ്സിൽ എപ്പോഴും ഒരു സങ്കടം തന്നെയാണ്. പക്ഷെങ്കിൽ അതിൽ നിന്നൊരു ഇത് കിട്ടിയത് ഇവിടെ ഞാൻ പാവന്നൂര് വന്നതിന് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അമ്മേനെ വിളിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിന്. 16 വയസ്സ് എന്ന് പറയുമ്പോ ഇവിടെ വന്നത് കൊണ്ട് അന്നേരം എനക്ക് നല്ലൊരു അമ്മേനെ കിട്ടി. നല്ല സ്വന്തം അമ്മേനെ പോലെ ഒരു സ്നേഹം, സ്വന്തം അമ്മേനെ പോലെ ഒരു സ്നേഹം കിട്ടീനായി അമ്മേന്റെ അടുക്കുന്ന എനക്ക്. അതുകൊണ്ട് എനക്കത് കൊറേ ഭാഗം എനക്കത് എന്റെ ഒരു ഭാഗ്യാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അറിയില്ല നിനക്ക് അമ്മയില്ലാതെ അമ്മമ്മയാന്ന് പോയിട്ട് അമ്മമ്മയെ പോയിട്ട് അമ്മമ്മയാന്ന് നമ്മളെ പോയിട്ട് അമ്മമ്മയാണ് അമ്മയല്ല. അതെ അതെ അമ്മ ചെറുപ്പത്തിലേ ചെറുപ്പത്തിലേ മരിച്ചില്ല അമ്മ. കേൾക്കുമ്പോ എല്ലാരും സങ്കടം അതെ അതെ അതെ. ഞാനെല്ലാം അതെ അമ്മമ്മ പൊന്നുപോലെ നോക്കി ഞാൻ ചേച്ചി. നമ്മളെ 4 ആളും പ്രസവിച്ച സമയത്തായാലും എല്ലാം നല്ല പോലെ അമ്മമ്മക്ക് അന്ന് കഴിയുമായിരുന്നു. അച്ഛന് ഇഷ്ടം പോലെ എല്ലാം കൊണ്ടു കൊടുക്കാനുള്ള ഒരു ഇത് അച്ഛനും ഉണ്ടായിന്. അറിയിക്കാണ്ട് അച്ഛൻ വളർത്തീനി. അമ്മമ്മ ആക്കിയിട്ടും അങ്ങനെയെല്ലാം നമ്മളെ നോക്കി. പിന്നെ അച്ഛനെല്ലാം കൊണ്ടുകൊടുത്തിട്ടും നോക്കി. അങ്ങനെ നമുക്ക് ആ ഒരു അമ്മയില്ലാതെ പോറല് അച്ഛനായാലും അമ്മമ്മയായാലും വരുത്തിയിട്ടില്ല. പക്ഷെ എന്നാലും പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കുമ്പോ ഇവിടെയും നല്ലൊരു അമ്മേനെ കിട്ടിയത് കൊണ്ട് നമ്മളെ ഉള്ളിന്റെ ഉള്ളില് എന്ന് പറയുന്നത് ഏറ്റവും എനക്കൊരു സങ്കടം വന്നത് എന്റെ ഭർത്താവ് മരിച്ച സമയത്താണ്. എനക്ക് അമ്മേന്റെ ആ ഒരു അപ്പൊ അമ്മമ്മ ആടെ ഒന്നും കയ്യാണ്ടായില്ലേ അമ്മമ്മക്ക്. ആ സമയത്ത് എന്റെ ഒരു അമ്മ ഉണ്ടെങ്കിൽ എനക്ക് എന്നുള്ള ഒരു ഇത് ഭയങ്കര ഇതാണ്. ഇപ്പൊ എല്ലാം പ്രാർത്ഥന എന്താന്ന് വെച്ചാല് മക്കള് ഒരു നല്ലൊരു രീതിയിൽ എത്തുന്നവരെ നമുക്കൊരു ആരോഗ്യം തരണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ശരിക്കും ഞാനെല്ലാം എപ്പോഴും ആലോചിക്കുന്നത്. പൈസയും ഇതൊന്നും അല്ല ആന്റിച്ചി, നമുക്കൊരു ആരോഗ്യം നമുക്ക് ഉണ്ടായാൽ തന്നെ നമുക്കതൊരു ഇവള് എല്ലാ മക്കളാളാണ്ട് നീ ഇല്ലാണ്ട് ഇവർക്ക് എന്നാ പറയണ്ടേ. അതെ അതെ ശരിക്കും അച്ഛനില്ലെങ്കില് പിന്നെ അമ്മ നോക്കും. പക്ഷെ അമ്മ ഇല്ലെങ്കിൽ ആരുമില്ല. മോള് പറയുന്നു ഇവിടെ സുമേന്റെ അച്ഛൻ ദൈവം പോലത്തെ ഒരു മനുഷ്യനായതുകൊണ്ട് വേറൊരു കല്യാണം കഴിച്ചിട്ടോ ഒന്നുമില്ല. അന്നത്തെ കാലത്തെല്ലാം അച്ഛന് 10-32 വയസ്സിലാണ് അമ്മ മരിക്കുന്നത്, അച്ഛന്റെ ഭാര്യ മരിക്കുന്നത്. എന്നിട്ട് അച്ഛൻ അന്നൊരു കല്യാണം കഴിച്ചിട്ടില്ലാണ്ട് ചേച്ചി. അതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഇതല്ലേ. അച്ഛന് മക്കള് എന്ന് വിചാരിച്ചാൽ അച്ഛന് പ്രാണന് ആണ്. അച്ഛന് 4 ആളെയും അങ്ങനെ ഒരു സ്നേഹം, ആ ഒരു സ്നേഹം ഇവർക്കും കിട്ടീനി. അച്ഛൻ ഇവിടെ വന്നേരം മുതലേ ഇവരെ നോക്കി. ഇപ്പൊ ഇവർക്ക് ഇവക്ക് പിന്നെ ഇവക്ക് അച്ഛൻ മരിച്ചിട്ട് അങ്ങനെ ഒരു ഇത് അച്ഛൻ വരുത്തിച്ചിട്ടില്ല. എന്റെ അച്ഛൻ നല്ലപോലെ നോക്കി. എനിക്കറിയില്ലല്ലോ 2.5 വയസ്സ് അതെ അതെ. അതുകൊണ്ട് ഇപ്പൊ മോളൊന്ന് പറഞ്ഞു 2 പറഞ്ഞു ഇവിടായാലും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറയാണ്ടിരിക്കാൻ പറ്റൂല. അല്ല എനിക്ക് പറഞ്ഞു പോകും. ഇവരെല്ലാം എനിക്ക് കൊറേ ആള് കമന്റ് ഇട്ടിരുന്നു. അപ്പാപ്പൻ ആരാ
ഇതാരത്. പക്ഷെങ്കിൽ അപ്പാപ്പൻ എന്ന് പറയുമ്പോ എനിക്കൊരു വല്ലാത്തൊരു അതാ നോക്കിയ ആ ഒരു ഇതാണ് അച്ഛന്റെ ആ ഒരു സ്നേഹം എനിക്ക് കല്യാണാലോചന വന്നേരം അപ്പാപ്പ ഉണ്ടായിരുന്നു മോളെ ഇത് നമുക്ക് നോക്കൂടെ, ആ ഒറ്റ രീതിയിലാണ് ഞാൻ ഇത് വേണം ഓക്കേന്ന് പറഞ്ഞത്. ദൈവം വന്ന സമയത്ത് തന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിനി, അച്ഛൻ ഇങ്ങനെ ആർമിയാന്ന് അച്ഛൻ അന്നേരം പറഞ്ഞേ മോളെ നമുക്കിത് പറ്റിയതാണ് മോളെ, നമുക്കത് എടുക്കാന്ന്. അപ്പൊ പിന്നെ അച്ഛന്റെ ആ മനസ്സ് തന്നെ പുത്തൂർ പോയപ്പോ അപ്പാപ്പ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഇത് നമുക്ക് ആക്കാൻ നന്ന ഒന്നും പറയാത്തേന്ന് ചെയ്യുന്നത്. അങ്ങനെയാണ് അപ്പോപ്പൻ മോളോട് അപ്പൊ പറഞ്ഞു നമ്മൾ എവിടെയല്ലോ എത്തി. പറയുന്നത് അമ്മേന്റെ ആ ഒരു സ്നേഹവും അച്ഛന്റെ ആ ഒരു സ്നേഹവും അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതൊരു മക്കൾക്കായാലും നമുക്ക് അച്ഛനും അമ്മയും എല്ലാം വലുതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ആൻറ്റി ചമ്മേനെ കാണാൻ വന്നു, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് 2-3 ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അല്ലേ, എല്ലാവർക്കും ബൈ.